സ്നേഹമോൾ ഞാൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്നേഹ, പ്രതിഷേധം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം? മാധു, സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചൂടുപിടിക്കുന്നതിനിടെയാണ് ഇവിടെ GCDയുടെ എറണാകുളം തലമുറയിലുള്ള സംസ്ഥാനത്തേക്ക് BGJS അതുപോലെ തന്നെ യുവമോർച്ചയുടെ പ്രവർത്തകർ രാവിലെ തന്നെ എത്തിയിട്ടുള്ള പ്രതിഷേധ ധർണ നടത്തിയത്. അതൊക്കെ നിർണായകമായൊരു യോഗം നടക്കുകയാണ്. GCDയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം നടക്കുന്നതിനിടയിലാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. യുവമോർച്ച പ്രവർത്തകർ കായിക വകുപ്പ് മന്ത്രിയുടെ കോലം എന്തിയാണ് ഈ പ്രതിഷേധത്തിനായി എത്തിയത്. അതിനുശേഷം ഇവർ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറികടന്ന് GCD ആസ്ഥാനത്തേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ പോലീസ് അത് തിരക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം മന്ത്രിയുടെ കോലം കത്തിച്ചതിന് ശേഷം പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് ഉള്ളിലേക്ക് കടക്കാനായിട്ടുള്ള ശ്രമവും നടത്തിയിരുന്നു. പക്ഷേ ഈ മതിൽ ചാടിക്കടന്ന് ഓഫീസിനുള്ളിലേക്ക് കടന്ന പ്രവർത്തകരെ പോലീസ് തടയുകയായിരുന്നു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു. പ്രധാനമായും കായിക മന്ത്രി രാജിവെക്കുക എന്നൊരാവശ്യമായിരുന്നു പ്രവർത്തകർ ഉന്നയിച്ചത്. വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നൽകുമെന്ന് തന്നെ ആണ് അവർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വേണ്ടി വന്നാൽ മേയറുടെ അടക്കം വാഹനങ്ങൾ വഴിയിൽ വെച്ച് തടയുമെന്നടക്കമുള്ള രീതിയിലുള്ള പരാമർശങ്ങളും അവർ നടത്തുന്നുണ്ട്. അതിലും ബാരിക്കേഡുകൾ തകർത്ത് പ്രവർത്തകർ മതിൽ ചാടിയാണ് പിന്നീട് മതിൽ ചാടിയാണ് GCD ഓഫീസിനുള്ളിലേക്ക് കടന്നത്. GCD ആസ്ഥാനത്തേക്ക് വലിയ പ്രതിഷേധവുമായി എത്തി യുവമോർച്ച. GCDA ചെയർമാൻ അടക്കമുള്ളവരുടെ ഇടപെടലുകൾ പരിശോധിക്കേണ്ടതുണ്ട്. വലിയ അഴിമതിയാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ യുവമോർച്ച അവിടെ പ്രതിഷേധത്തിനെത്തിയത്. മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ശേഷം GCD കോമ്പൗണ്ടിലേക്ക് മതിൽ ചാടി പ്രതിഷേധക്കാർ കടന്നതോടുകൂടി പോലീസ് നടപടി ഉണ്ടാവുകയായിരുന്നു. കായിക മന്ത്രിയുടെ കോലം GCD ആസ്ഥാനത്തിന് മുന്നിൽ വെച്ച് പ്രതിഷേധക്കാർ കത്തിച്ചു.